മൈക്ക് അനാവശ്യമായി ഓക്കെ. നമ്മൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോ ഏതു ഉണ്ടോ ക്ലാസ്സില്? ഉണ്ട് സാർ. അപ്പൊ ഏതു എന്താണ് സെക്ഷന്റെ പേര്? ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനന്റ്സ് ആൻഡ് മെട്രിസസ്. നമ്മൾ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും മനുഷ്യർ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ടോ? നിങ്ങൾ ഇതുവരെ പഠിച്ച മെട്രിക്സ്, ഡിറ്റർമിനന്റ് എന്നിവയ്ക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ട്. അതിലിപ്പോൾ നിങ്ങൾക്ക് ഉടനെ ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന പെട്ടെന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് താഴെ പറയാൻ പോകുന്നത്. വായിച്ചാട്ടെ. We shall discuss applications of the determinants and matrices for solving the system of linear equations in 2 or 3 variable and for checking the consistency of the system of the linear equations. അപ്പൊ ഇത് വായിച്ചതിനകത്തിലെ ഇൻ ദിസ് സെക്ഷൻ, അതായത് നമ്മൾ ഈ സെക്ഷനകത്ത് വി ഷാൽ ഡിസ്കസ്, നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ആപ്ലിക്കേഷൻസ് ഓഫ് ദി ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ്. മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റിന്റെയും ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സോൾവിങ്. എന്തായിരുന്നു ഇത് ആ വാക്ക്? Solving the system of linear equations. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേട്ട ഒരു വാക്കാണ് ഇത്. എന്താണ് ലീനിയർ ഇക്വേഷൻ? എന്താണ് ഈ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും ഐഡിയ ആണെങ്കിൽ പറയാം. ലീനിയർ ഇക്വേഷൻ അറിയാമോ? ഡിഗ്രി 1 വരുന്ന ഇക്വേഷന് പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ, 2x + 4 = 0. ഇതൊരു ഇക്വേഷൻ അല്ലേ? ആണോ? ഇതിലെ വേരിയബിൾ ആരാ? 4. വേരിയബിൾ 4 ആണ്. എക്സ് എന്ന് കണക്കിൽ എഴുതിയാൽ അതിന്റെ അർത്ഥം x⁻1 എന്നല്ലേ? അങ്ങനെ ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. അടുത്ത വാക്ക് കണ്ടോ, സിസ്റ്റം. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സിസ്റ്റം, ബയോളജി സയൻസ് പഠിക്കുന്ന ആളുകൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, നെർവസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു പഠിച്ചത്. എന്താണ് സിസ്റ്റം? ബയോളജി സയൻസുകാരില്ലേ എന്തോ സിസ്റ്റം എന്ന് പറഞ്ഞ ബയോളജിയില്? ഹലോ ബയോളജി സയൻസുകാർ, എന്താണ് സിസ്റ്റം? ഞാൻ ഈ പറഞ്ഞതിനകത്തിലെ സിസ്റ്റം കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നേ? കുറച്ച് നമ്പേഴ്സ് കൊണ്ട് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. അല്ല, ബയോളജിയിൽ എന്താണ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറെ ഓർഗൻസ് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നു. തന്നെ കുറെ അധികം ഓർഗൻസ് ചേർന്ന് ഒരു പൊതുവായ ഫംഗ്ഷൻ നിർവഹിക്കുമ്പോഴാണ് അതിനെ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിലധികം ഇക്വേഷൻസ് ചേരുന്നതിന് പറയുന്ന പേരാണ് എന്ത്? സിസ്റ്റം. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. അടുത്ത എന്താണ് ഇത്? ഇൻ 2 or 3 വേരിയബിൾ 2 or 3 വേരിയബിൾ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ഒന്നുകിൽ 2 വേരിയബിൾ ഉണ്ടാവും, അതായത് എക്സും വൈയും, അല്ലെങ്കിൽ 3 വേരിയബിൾ ഉണ്ടാവും. ഏതൊക്കെ? എക്സും വൈയും ഇസഡ്. ആൻഡ് ഫോർ ചെക്കിംഗ്, മറ്റൊരു വാക്കാണ് കൺസിസ്റ്റൻസി. എന്താണ്? കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ദി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് തന്നെ 2 വേരിയബിളുള്ള ഇക്വേഷൻ പഠിക്കാനുണ്ട്, 3 വേരിയബിളുള്ള ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇത് കൂടാതെ
ആ സിസ്റ്റത്തിന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് ഗായത്രി ഉണ്ടോ? ഉണ്ട് സർ. എന്താണ് ഗായത്രി അടുത്ത ഹെഡിങ്? കൺസിസ്റ്റന്റ് സിസ്റ്റം. അതൊരു ഹെഡിങ് ആണ്, കൺസിസ്റ്റന്റ് സിസ്റ്റം. എന്താണ് കൺസിസ്റ്റന്റ് സിസ്റ്റം? വായിക്കൂ ഗായത്രി, എന്താണ് കൺസിസ്റ്റന്റ് സിസ്റ്റം? A system of equations is said to be consistent if its solutions one or more exist. സൊല്യൂഷൻ ഉള്ള സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്? കൺസിസ്റ്റന്റ് സിസ്റ്റം. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടുന്നുണ്ടെങ്കിൽ, സൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺസിസ്റ്റന്റ് സിസ്റ്റം. എന്ത് വിളിക്കുന്നു? കൺസിസ്റ്റന്റ് സിസ്റ്റം. ബ്രാക്കറ്റ് ഒരു കാര്യം എഴുതിക്കുന്നുണ്ടോ? വൺ ഓർ മോർ. എന്തോ ഗായത്രിന്റെ അർത്ഥം വൺ ഓർ മോർ എന്ന് പറഞ്ഞാൽ? ഒന്നോ അതിലധികമോ സൊല്യൂഷൻസ് കിട്ടാം. ചിലപ്പോ ഒരു സൊല്യൂഷൻ ആകാം, ചിലപ്പോ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ആകാം. എനിവേ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺസിസ്റ്റന്റ് സിസ്റ്റം. എന്താ പറയുന്നു? കൺസിസ്റ്റന്റ് സിസ്റ്റം. ഓക്കെ, അടുത്തത് മാളവിക ഉണ്ടോ ക്ലാസ്സില്? മാളവിക. എന്തോ മാളവിക അടുത്ത ഹെഡിങ്? ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം. ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം. എന്തോ മാളവിക വായിച്ചാട്ടെ. A system of equations is said to be inconsistent if its solution does not exist. If its solution does not exist. അപ്പോ സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്? ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം. ഓക്കെ, ശരി. അപ്പൊ അടുത്തത് ശലഭയുണ്ടോ ക്ലാസ്സില്? ഉണ്ട് സാർ. ഓക്കെ, എന്താ ശലഭ ഒരു നോട്ട് എഴുതിയിട്ടേക്കുന്നത്? In this chapter, we restrict ourselves to the system of linear equations having unique solutions. എന്തുവാ പറഞ്ഞേക്കുന്നത് അർത്ഥം ശലഭേ? In this chapter, we restrict ourselves to the system of linear equations having unique solutions only. എന്തുവിന്റെ അർത്ഥം? ഈ ചാപ്റ്ററിൽ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ റെസ്ട്രിക്റ്റ് അതായത് നമ്മൾ ഈ പാഠത്തിൽ സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ മൊത്തം യുണീക് സൊല്യൂഷൻ ഉള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ. എന്ത് യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യുമ്പോൾ ഒരേ ഒരു ഉത്തരം കിട്ടുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? പഠിക്കുന്നുള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? പറഞ്ഞ അത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ആ നോട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. അപ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് ഞാൻ എന്റെ എക്സ്റ്റൻഷൻ കേബിൾ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഒറ്റ സെക്കൻഡ്. അപ്പോഴത്തേക്ക് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഓക്കെ, നമ്മൾ അല്പം തിയറി പഠിക്കാൻ പോവാണ്. ഈ തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലങ്ങൾ പഠിക്കാൻ പോകുന്നത്. അടുത്തതൊരു ഹെഡിങ് ആണ്. ആ ഹെഡിങ് നമ്മുടെ അശ്വിക ഉണ്ടോ ക്ലാസ്സിലെ? ഉണ്ട് സാർ. ഒന്ന് വായിച്ചോട്ടെ അശ്വിക, എന്തോ ഹെഡിങ്? Solution of system of linear equations using inverse of a metric. അണ്ടർലൈൻ ചെയ്യുക. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോവാണ്? സോൾവ് ചെയ്യാൻ പോവാണ്. വായിച്ചാട്ടെ അശ്വികേ. Let us express the system of linear equations as matrix equations and solve them using inverse of the coefficient of the matrix. Consider the system of equations A1x B1y
plus C1Z Mm. is equal to D1. ഓക്കെ A2X plus Mm. B2Y plus Mm. C2Z is equal to D2. Mm. A3X plus Mm. B3Y Mm. plus C3Z Mm. is equal to D3. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അടുത്ത ഒരു വായിച്ചേ. This can be written as AX is equal to B. ഇങ്ങനെ ഒരു ഇക്വേഷൻ, സിസ്റ്റം Where ഓഫ് ഇക്വേഷൻ തരുവാണെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് രൂപത്തിൽ എഴുതണം? AX is equal to B. AX is equal to B എന്ന് പറയുന്ന രൂപത്തിലോട്ട് എഴുതണം. അപ്പൊ മൂന്നാളുകൾ എന്തൊക്കെയാന്ന് പറയണം. എന്തൊക്കെയാ പറയേണ്ടത്? A എന്താണ്, എക്സ് എന്താണ്, ബി എന്താണെന്ന് പറയണം. വായിച്ചാട്ടെ. വെയർ എ ഈക്വൽ A1, B1, C1, ഒരു സെക്കൻഡ്. A2, B2, C2, A1 B1 C1 A2, B2, B2, C2, A3, B3, C3. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അടുത്തത് എക്സ്. X is equal to X, Y, Z, column matrix. മെട്രിക്സ് എക്സ് വൈ ഇസഡ്. ഓക്കെ, അടുത്തത് B is equal to B is equal to D1, D2, D3. D1 D2 D3. ഓക്കെ, ശരി. ഇതെന്താണെന്ന് ആ കൊച്ചു കണ്ട വലതുവശത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് മിക്സ് ചെയ്ത് എഴുതിയിരിക്കുന്നുണ്ടോ? ഒന്ന് വായിച്ച് അശ്വർ എന്തുവാന്ന്. A coefficient of variables ചേർത്തുണ്ടാക്കിയ മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ അകത്തിലെ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും കോഎഫിഷ്യന്റുകൾ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന മെട്രിക്സ് അല്ലേ? ആണ് സർ. ആണ്. ഓക്കെ, ഇനി അടുത്തതോ? എക്സ് വേരിയബിൾസിനെ കോളം മെട്രിക്സ് ആക്കി എഴുതിയത്. വേരിയബിളിനെ എന്ത് മെട്രിക്സ് ആക്കി എഴുതിയിരിക്കുന്നു? വേരിയബിളിനെ എന്ത് മെട്രിക്സ് ആക്കി എഴുതിയിരിക്കുന്നു? കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് ആക്കി എഴുതിയിരിക്കുന്നു. ഓക്കെ, ബി എന്താണ്? RHSലെ സൊല്യൂഷൻസ്. RHSലെ സൊല്യൂഷൻ എന്ന് വേണ്ട, RHS എന്ന് മതി. RHSൽ കിടക്കുന്ന കോൺസ്റ്റന്റുകൾ, സൊല്യൂഷൻസ് വെട്ടി കോൺസ്റ്റന്റ് ആക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന കോൺസ്റ്റന്റുകളെ ചേർത്തുണ്ടാക്കുന്ന മെട്രിക്സ് ആണ് ആരെന്ന് പറയുന്നത്? ബി. ഓക്കെ, ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിനായകി എന്താണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത്? If determinant A not equal to 0, then the same. ഒരു സെക്കൻഡ്. ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഡിറ്റർമിനന്റ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് കണ്ടുപിടിക്കണം? Determinant A. ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ then the system is consistent and has a unique solution given by x equal A inverse into B. അതായത് ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 അല്ല എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ആ യുണീക്ക് സൊല്യൂഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? x is equal to A inverse into B. x is equal to A inverse into B. വായിക്കൂ. This method of solving system of equations is known as matrix method. ഈ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മെട്രിക്സ് മെത്തേഡ്. എന്താ പറയുന്നു? മെട്രിക്സ് മെത്തേഡ്. ഓക്കെ, ശരി. ഇനിയും ഇതിന് വേറൊരു ട്വിസ്റ്റും കൂടെ വരാമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത് ഡിറ്റർമിനന്റ് എ എന്തല്ല. Not equal to 0. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
മാധവ് ശങ്കർ ഉണ്ടോ ക്ലാസ്സിൽ? മാധവ് ശങ്കർ ഉണ്ട് സാർ. എന്താണ് മാധവ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിയിട്ടേക്കുന്നത്? ഇഫ് ലെറ്റ് എ ഈക്വൽ 0 അതായത് then find ഡിറ്റർമിനന്റ് എന്തായാൽ 0 ആയാൽ അപ്പൊ നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞ ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ ചെയ്യുന്ന വിധമാണ് വിനായക വായിച്ചേർത്തത്. അപ്പൊ മാധവ് പറയുന്നത് ഡിറ്റർമിനന്റ് എന്താകാം? 0 ആകാം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? then find adj ab adj a into b അങ്ങനെ വരുന്ന adj a into b സാഹചര്യത്തിൽ നമ്മൾ അഡ്ജ് എ ഇൻറ്റു ബി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാം. അഡ്ജ് എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് if adj a into b not equal to 0 ഒരു സെക്കൻഡ്, നമ്മൾ കണ്ടുപിടിക്കുന്ന അഡ്ജ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ then solution does not exist. ആ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും അതിനെന്തില്ല? സൊല്യൂഷൻ ഇല്ല. then the system of equation is called inconsistent. അപ്പൊ നമ്മൾ പറയും ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണ് എന്ന്? ഇൻകൺസിസ്റ്റന്റ് ആണ്. എന്താണെന്ന്? ഇൻകൺസിസ്റ്റന്റ്. ഓക്കെ, ശരി. അടുത്തത് ആതിരയുണ്ടോ? ഉണ്ട് സാർ. അടുത്ത പോയിന്റ് വായിക്കൂ ആതിരേ. If adj a into b equal to 0, then the system is consistent and has infinity any solution. അപ്പൊ ഇനിയും അടുത്തത് ഈ അഡ്ജ് എ ഇൻറ്റു ബിയുടെ വില എന്താകാൻ സാധ്യതയുണ്ട്? 0. അങ്ങനെ 0 ആയാൽ നമ്മൾ പറയും ഈ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണെന്ന്. ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് ആൻഡ് ഹാസ് മെനി സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇതിന് എണ്ണിയാൽ തീരാത്ത അത്രയും എന്തുണ്ടാകും? സൊല്യൂഷൻ ഉണ്ടാകും. ഈ തിയറി പോർഷൻ എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ നടക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈം പരീക്ഷയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉറപ്പായി ചോദിക്കും. നാളെ ഇതുവരെ നടന്നിട്ടുള്ള പബ്ലിക് എക്സാമിനേഷന്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാലും മിക്കവാറുമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും എന്തുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ട്? എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്? സിസ്റ്റം ഓഫ് സെക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. ഓക്കെ, ശരി.